സംസ്ഥാനത്തെ ചികിത്സാ സഹായ പദ്ധതിയായ കാരുണ്യ പദ്ധതിക്ക് 57 കോടി രൂപ അനുവദിച്ച് ധനവകുപ്പ്. 44.81 കോടി രൂപ സർക്കാർ ആശുപത്രികൾക്ക് ലഭിക്കും. 11.78 കോടി സ്വകാര്യ ആശുപത്രികൾക്കാണ് നൽകുന്നത്. 3 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള കുടുംബങ്ങൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നതാണ് പദ്ധതി. KSRTC പെൻഷൻ കുടിശ്ശിക വിതരണത്തിനും 91.53 കോടി രൂപ അനുവദിച്ചിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, കാരുണ്യ പദ്ധതിക്കായി ഒടുക്കം ധനവകുപ്പ് പണമിറക്കുകയാണ് അല്ലേ? കഴിഞ്ഞ ആഴ്ച 100 കോടി അനുവദിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 57 കോടി രൂപ കൂടി അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെട്ട 49 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് പലപ്പോഴും ചികിത്സ കിട്ടാത്ത, പ്രത്യേകിച്ച് സ്വകാര്യ ആശുപത്രികളിൽ കുടിശ്ശികയുള്ളതിനാൽ ചികിത്സ നൽകാത്ത ഒരു സാഹചര്യം നിലനിന്നിരുന്നു. പല വിമർശനങ്ങളും ഇത് ഉയർത്തുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അടിയന്തരമായി സർക്കാർ ഇപ്പോൾ തുക നൽകിയിരിക്കുന്നത്. ഇനിയും കുടിശ്ശികയുണ്ട്, പക്ഷേ അത് വരും ദിവസങ്ങളിൽ കൂടി കുടിശ്ശിക നൽകി തീർക്കുമെന്നാണ് ധനവകുപ്പ് അറിയിക്കുന്നത്. എന്തായാലും ഒരാഴ്ചക്കിടെ ഇപ്പോൾ ഏകദേശം 157 കോടി രൂപ കാരുണ്യ പദ്ധതിക്ക് വേണ്ടി മാത്രമായി ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നു. ഈ സർക്കാരിൻ്റെ ഈ സാമ്പത്തിക വർഷം മാത്രം ഏകദേശം 469 കോടി രൂപയാണ് കാരുണ്യ പദ്ധതിക്ക് വേണ്ടി അനുവദിച്ചത്. അതേസമയം പെൻഷൻകാരുടെ, KSRTC പെൻഷൻകാരുടെ പെൻഷൻ പ്രശ്നത്തിനും താൽക്കാലിക പരിഹാരമാകുകയാണ്. ഇന്നിപ്പോൾ പെൻഷൻകാർക്ക് വേണ്ടി മാത്രം 71.53 കോടി രൂപയാണ് അനുവദിച്ചത്. കഴിഞ്ഞ മാസം പെൻഷൻകാരുടെ പെൻഷൻ മുടങ്ങിയിരുന്നു. ഇതേ തുടർന്ന് പെൻഷനേഴ്സ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിക്കുകയും പെൻഷൻ നൽകിയില്ല എങ്കിൽ ചീഫ് സെക്രട്ടറി 29 നേരിട്ട് ഹാജരാകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് വേഗത്തിൽ പെൻഷൻ നൽകാൻ കൺസോഷ്യം, സഹകരണ ബാങ്കുകളുടെ കൺസോഷ്യത്തിന് 71.53 ലക്ഷം രൂപ നൽകിയത്. കൂടാതെ KSRTC ജീവനക്കാരുടെ 2 ഗഡു ശമ്പളം നൽകുന്നതിന് വേണ്ടി 20 കോടി രൂപയും കൂടി അനുവദിച്ചിട്ടുണ്ട്. റോഷ്നെ. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. KSRTC പെൻഷൻ കുടിശ്ശിക വിതരണത്തിനും ധനവകുപ്പ് 91.53 കോടി രൂപ അനുവദിച്ചിരുന്നു. ഉമേഷ്, ഈ ഒരു തീരുമാനം ഇപ്പോൾ എപ്പോഴാണ് വന്നത്? ഇന്നാണ് ഈ 2 തീരുമാനങ്ങളും വന്നത്. അല്പം മുൻപാണ് കാരുണ്യ പദ്ധതിയുടെ ഭാഗമായി കുടിശ്ശിക ഒരു പരിധിവരെ തീർക്കാനുള്ള ഒരു തീരുമാനമെടുത്തിരുന്നത്. കാരണം പല മേഖലയിൽ നിന്നും, പ്രത്യേകിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, പ്രത്യേകിച്ച് 3 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്കാണ് ഈ കാപ്സ് അല്ലെങ്കിൽ കാരുണ്യ ബലവന്റ് ഫണ്ടിൻ്റെ ഒരു ആനുകൂല്യം, ഒരു ചികിത്സാ ആനുകൂല്യം ലഭിക്കുന്നത്. ഇത് വൃക്ക മാറ്റിവെക്കൽ അടക്കമുള്ള അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വരെ 3 ലക്ഷം രൂപ വരെ ചികിത്സ ധനസഹായവും നൽകുന്നുണ്ട്. എന്നാൽ പല സ്വകാര്യ ആശുപത്രികളിലും സർക്കാർ ആശുപത്രികളിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾ നൽകുന്നതിനും ഈ കാരുണ്യ ഫണ്ടിൻ്റെ കുടിശ്ശിക ഒരു തടസ്സമായി നിന്നിരുന്നു. ആ വിമർശനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്ന സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞ ആഴ്ച 100 കോടി അനുവദിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 57 കോടി രൂപ കൂടി അനുവദിച്ചത്. എന്തായാലും പെൻഷൻകാർക്ക് പിന്നാലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ചികിത്സാ ആവശ്യങ്ങളുള്ളവർക്ക് കൂടി ആശ്വാസം നൽകുന്ന വാർത്തയാണ് ധനവകുപ്പിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.